ആഫ്റ്റർ ലോങ് ടൈം നമ്മളൊരു വീഡിയോ ചെയ്യുകയാണ്. ദ റീസൺ ഈസ് ഇന്ന് വിഷു ആണ്. സോ എൻ്റെ കമ്പനി എനിക്ക് ലീവ് തന്നു. മേ ബി എൻ്റെ എല്ലാ വീഡിയോസ് പോലെ ഇതും എൻ്റെ ഗാലറി കടന്ന് പോകത്തേ ഉള്ളായിരിക്കാം. ബട്ട് നോക്കാം. എനിവേ നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാം. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർക്ക് മൈ നെയിം ഈസ് സ്വാതി. ഞാനൊരു സിവിൽ എഞ്ചിനീയർ ആണ്, ഒരു ഡാൻസറാണ്. കറന്റ് ദുബായിലാണ് വർക്ക് ചെയ്യുന്നത്. ആക്ച്വലി ഇവിടെ നോക്കി സംസാരിക്കാനാണ് നല്ല രസം. അപ്പോൾ നമുക്ക് നമ്മളെ നോക്കി സംസാരിക്കാം. ബട്ട് ഇറ്റ്സ് നോട്ട് ദ റൈറ്റ് വേ. നമ്മുടെ റൂമിൽ നിന്ന് ആൾക്കാർ കുറവാണ്. ബട്ട് ഒരാളെന്തോ ഉണ്ട്, ആൾക്ക് ഉച്ച കഴിഞ്ഞിട്ടാണ് ഡ്യൂട്ടി ഉള്ളത്. അപ്പോൾ ആ ആളാണ് അവിടെ ഹോളിൽ ഇരുന്നിട്ട് ഓൾഡ് പ്ലേലിസ്റ്റ് ഇട്ട് വൈബ് ചെയ്യാൻ തോന്നുന്നു. ഡ്യൂട്ടി ഇല്ലെങ്കിലും കുറച്ച് കോർഡിനേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് കുളിച്ച് വന്നപ്പോൾ കുറച്ച് ലേറ്റായി. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ഞാൻ ഇഡ്ഡലി സാമ്പാറാണ് ഉദ്ദേശിച്ചത്. എനിക്ക് വിഷു ആയത് ഇഡ്ഡലിയും സാമ്പാറും കഴിക്കണം എന്നായിരുന്നു ആഗ്രഹം. ബട്ട് ഇഡ്ഡലി ഇനി ഉണ്ടായിക്കൊണ്ടിരിക്കാനുള്ളൊരു പേഷ്യൻസി ഇല്ല. സോ സാമ്പാർ ഓൾറെഡി കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ദോശ ഉണ്ടാക്കാം. അതിനു മുന്നേ കുറച്ച് സ്കിൻ കെയർ ഞാൻ ചെയ്തായിരുന്നു. അതും കൂടെ കണ്ടിട്ട് നമുക്ക് ദോശ കഴിക്കാം. അപ്പം എനിക്ക് നിങ്ങൾക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ റൂമിൻ്റെ ലുക്ക് നിങ്ങൾ നോക്കിയത്. ബിക്കോസ് നമ്മളൊരു 8 ആൾക്കാരോളം ഒരു റൂമിലുണ്ട്. ഈ ഫ്ലാറ്റ് മൊത്തം 3 റൂമിലായിട്ടൊരു 17 ഗേൾസ് ഉണ്ട്. അപ്പം എല്ലാവരോടും അഡ്ജസ്റ്റ് ചെയ്തൊക്കെയാണ് നിൽക്കുന്നത്. ഒരു സ്കിൻ കെയർ ചെയ്തിട്ട് ഞാൻ 1 സെക്കൻഡ്. എൻ്റെ അലമാരി ആ സൈഡിലും ഡ്രോവർ ഈ സൈഡിലും ഒക്കെ ആയിട്ടാണ്. അപ്പം എന്തെങ്കിലും എടുക്കണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി പോകണം. ഡ്രൈ ആവട്ടെ. ഞാൻ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ് ഒക്കെ ലൈക്ക് എല്ലാം ഡെർമറ്റോളജിസ്റ്റ് സജസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഡി സോഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള മോയ്സ്ചറൈസർ യൂസ് ചെയ്യണം. ആക്ച്വലി കുറച്ച് നാൾ മുമ്പ് എൻ്റെ ഫേസിൽ ബിഗ് സ്റ്റോൺ കൈൻഡ് പിമ്പിൾസ് ഉണ്ടായിരുന്നു. ഇവിടെ മോസ്റ്റ്ലി ഫോർഹെഡ് ഏരിയയിൽ. അപ്പം ഞാൻ നാട്ടിൽ പോയപ്പം ഡോക്ടറിനെ കണ്ട് മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ എല്ലാം ഡോക്ടർ സജസ്റ്റ് ചെയ്തതാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. ഫോർഹെഡിൽ പിമ്പിൾസ് ഓൾമോസ്റ്റ് എല്ലാം പോയിട്ടുണ്ട്. കുറച്ച് മാർക്സ് അവിടെ ഇവിടെ നിൽക്കുന്നുണ്ട്. ബട്ട് ആ ഒരു പണ്ടത്തെ കണ്ടീഷൻ ഇപ്പോൾ ഇല്ല. അതന്നെ വലിയ കാര്യം. UV ഷീൽഡ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു സൺസ്ക്രീൻ ഇപ്പോൾ യൂസ് ചെയ്യണം. ഇറ്റ്സ് നൈസ്. അങ്ങനെ വൈറ്റ് കാസ്റ്റും കാര്യങ്ങളൊന്നുമില്ല. മോയ്സ്ചറൈസർ എഫക്റ്റ് തന്നെ. ഓക്കെ. ലിപ് ടിൻ്റ് ഇടാം. ഇതെനിക്ക് എൻ്റെ ചേച്ചി നാട്ടിൽ പോയപ്പോൾ തന്നതാണ്. ഡ്രിപ്പ് ആക്ച്വലി ഇറ്റ്സ് നൈസ്. ലിപ് ബാം പോലൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഇത്ര മതി. എനിക്ക് ആക്ച്വലി ഈ വ്ളോഗ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ബട്ട് അതിനുള്ള സാഹചര്യം കിട്ടാറില്ല. ആകെ നമുക്കൊരു സൺഡേ മാത്രം ഓഫ് കിട്ടുന്നത്. ആ സൺഡേ ഇതുപോലെ ഉച്ച ആവാറാകുമ്പോഴേ ഞാൻ എണീറ്റുള്ളൂ. പിന്നെ കുക്കിങ്ങും കഴിച്ച് കഴിയുമ്പോഴത്തേന് ഈവനിങ് ആവും. പിന്നെ വീട്ടിലൊക്കെ വിളിച്ച് വരുമ്പോഴത്തേന് രാത്രിയാവും. പിന്നെ എന്ത് ചെയ്യാനാണ്? എൻ്റെ ഹെയർ ഓൾറെഡി നാച്ചുറലി കുറച്ച് കേളി. അപ്പം ഇന്ന് എനിക്ക് കേളി ഹെയർ അങ്ങനെ ഇടാനാണ് തോന്നുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് ക്രീം കൂടെ ഇട്ട് വെച്ചേക്കാം. അരാട്ടയുടെ കേളിങ് ക്രീമാണ്. കുറച്ച് കണ്ണ് എഴുതാം വിഷയല്ലേ. അപ്പം ദോശ വയ്ക്കുന്നതിന് മുന്നേ നമ്മൾ കുറച്ച് ചൂടുവെള്ളം കുടിക്കാം. ഞാൻ എൻ്റെ സ്കിൻ കെയറിൻ്റെ ഭാഗമായി ഞാൻ സ്റ്റാർട്ട് ചെയ്തൊരു സംഭവമാണ്. നമ്മൾ പ്രൊഡക്ട്സ് മാക്സിമം ഒഴിവാക്കും. ബട്ട് ഈവനിങ് ഓഫീസിൽ നിന്നൊരു കോഫി വരും. സോ അത് കുടിക്കും. ചില ഡേയ്സ് അത് സ്കിപ്പ് ചെയ്യാറുണ്ട്, ഗ്രീൻ ടീ ആക്കാറുണ്ട്. അപ്പം അല്ലാത്ത ദിവസങ്ങളിലൊക്കെ ഞാൻ മോർണിംഗ് കുറച്ച് ചൂടുവെള്ളത്തിൽ ലൈറ്റ് ചൂടുവെള്ളത്തിൽ ടെർമറിക് നാട്ടിൽ നിന്ന് പൊടിച്ചിട്ട് വന്ന ടെർമറിക് അതിൻ്റെ പൊടി ഇട്ടിട്ട് കുടിക്കും. അങ്ങനെയാണ് ഞാൻ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത്. എൻ്റെ ഫേസിൽ നല്ലപോലെ പിമ്പിൾസ് ഉണ്ടായിരുന്നു. ബിഗ് പിമ്പിൾസ്. അത് കാണുമ്പോഴേ എനിക്ക് ഡിപ്രഷൻ വരുമായിരുന്നു. അത് മാറാൻ എന്നെ ഹെൽപ്പ് ചെയ്ത കാര്യങ്ങളാട്ടോ പറയുന്നത്. ആക്ച്വലി എനിക്ക് മറ്റേ മൈക്കൊക്കെ വെച്ചിട്ട് സംസാരിക്കണമെന്നായിരുന്നു താല്പര്യം. ബട്ട് മൈക്ക് അങ്ങനെ വാങ്ങിച്ചില്ല. നാട്ടിൽ പോയപ്പോൾ മൈക്ക് വാങ്ങിച്ചിരുന്നു. ബട്ട് കൊണ്ടുവന്നില്ല. അതിപ്പോൾ വീട്ടിൽ ഏത് മൂലി കഴിക്കുന്നതെന്ന് പോലും എനിക്ക് ഓർമ്മില്ല. സോ അഡ്ജസ്റ്റ് ചെയ്തു. ഇതാണ് മഞ്ഞൾ വെള്ളം. ഇപ്പം ഇച്ചിരി ചൂട് കൂടിപ്പോയി. ഞാൻ എല്ലാം കൂടെ ചെയ്തപ്പോഴത്തേനും വെള്ളത്തെ ശ്രദ്ധിക്കാൻ പറ്റില്ല. ചൂട് കൂടിപ്പോയി. ബട്ട് ഇറ്റ്സ് ഓക്കെ, ഫൈൻ. നോട്ട് ഫൈൻ. സാമ്പാർ ഞാൻ നൈറ്റ് കുക്ക് ചെയ്ത് വെച്ചിരുന്നു. രാവിലെ ഇട്ട് കുക്കിംഗ് നടക്കില്ല എന്ന് എനിക്കറിയായിരുന്നു. സോ അത് ചൂടായിക്കൊണ്ടിരിക്കുക. നമുക്കിവിടെ ദോശ എടുത്ത് ദോശ ഒഴിക്കാം. ഇറ്റ്സ് ഡിഫറെൻറ്റ് ആസ്നോ ഷൂട്ടിങ്ങും ചെയ്യലും എല്ലാം കൂടെ. ഇവിടെ പതിവില്ലാതെ ദുബായിൽ മഴ ഒക്കെ ആയിരുന്നു. പിന്നെ അതിന് മുന്നത്തെ ആഴ്ച വരെ മിസൈൽ കാര്യങ്ങൾ ഒക്കെ. ഇപ്പം ഒരു 2 വീക്സ് ആയിട്ട് അതൊക്കെ സ്ലോ ഡൗൺ ആയിട്ടുണ്ട്. ഇനി എപ്പോഴാണ് റീസ്റ്റാർട്ട് ആവുന്നതെന്ന് അറിയില്ല. ബട്ട് കറൻ്റ് ഇറ്റ്സ് ഓക്കെ. ബട്ട് അതിന് മുന്നേ വരെ അത്ര ഓക്കെ അല്ലായിരുന്നു.
വീട്ടിൽ നിൽക്കുമ്പോൾ എന്തോ കുക്കിങ്ങിൻ്റെ ചെറിയ ഐഡിയ ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാം ഇവിടെ വന്നിട്ടാണ് പഠിച്ചു വെക്കാൻ. ബട്ട് കുഴപ്പമില്ലാതെ ചെയ്യാറുണ്ട്. ഐ ക്യാൻ സർവൈവ്. കണ്ടു. दोनों साइड में ऑल्सो मैक्सिमम कम भी कर दे बिकॉज उधर वॉल में ऑलरेडी बीडिंग है. बीडिंग दीवार से आफ्टर ലീവാണെങ്കിലും കോർഡിനേഷൻ ചെയ്യേണ്ടി വരും. ദാറ്റ്സ് ദി തിങ്. കുഴപ്പമില്ല. അപ്പോൾ കുറേ നേരമായിട്ട് ഞാൻ റീൽസും യൂട്യൂബും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു റൂംമേറ്റ് മാത്രം ഡ്യൂട്ടി കഴിഞ്ഞ് തിരിച്ചു വന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു പുറത്ത് പോയി കോഫിയൊക്കെ കുടിച്ചിട്ട് വരാമെന്ന്. അപ്പോൾ അവൾ മോർണിംഗ് നല്ല തിളക്കമുള്ള പച്ച ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോയി. അപ്പം ഞാൻ കുറച്ച് തിളക്കമുള്ള റെഡ് ഡ്രസ്സ് ഇടാമെന്ന് വിചാരിച്ചു. വേറെ സ്മരിയ ഇതാണ് മരിയ. മരിയ നോക്കൂ. മരിയയുടെ കയ്യിൽ ഓൾറെഡി ഷവർമയുണ്ട്. നമുക്ക് കോഫിയൊക്കെ കുടിക്കാൻ തോന്നുമ്പോഴേ ഇവിടെ നിയർ ഒരു ബേക്കറി ഉണ്ട്. ഈ അൽക്കയം ബേക്കറിയിലായിട്ടാണ് കേട്ടോ പോകുന്നത്. ആക്ച്വലി ഈ ടൈമിലല്ല നമ്മളെപ്പോഴും വരാറ്. നൈറ്റ് ടൈമിലൊക്കെയാണ് കോഫി കുടിക്കാൻ തോന്നുമ്പോൾ നമ്മളിവിടെ വരും. സുന്ദരിയായിട്ടുണ്ടല്ലോ. ലുക്ക്, അതാണ് അൽക്കയം ബേക്കറി. നമ്മൾ അവിടുന്ന് സാധനം വാങ്ങിയിട്ട് ഇവിടെ ഒരു ഗ്രീനറി ഉള്ള ഏരിയ ഉണ്ട്. അവിടെ വന്നിരുന്ന് നമ്മളിങ്ങനെ കോഫി കുടിക്കും. ആക്ച്വലി നൗഡേയ്സ് ഇവിടുത്തെ സൺസെറ്റ് കാണാൻ ഭയങ്കര ഭംഗിയാട്ടോ. ഞാൻ എല്ലാ ദിവസവും ഓഫീസിൽ നിന്ന് ഇറങ്ങുമ്പോഴും ഇതിങ്ങനെ നോക്കി നിൽക്കും. നമ്മളങ്ങനെ കോഫിയൊക്കെ കുടിച്ചു. മരിയതോ അവിടെ. അപ്പം അത്രേ ഉള്ളൂ എന്ന് പറയുമ്പോൾ നമുക്ക് വിഷു വ്ളോഗിനൊന്നും ഇതിനെ കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല. കാരണം വിഷു റിലേറ്റഡ് ഒന്നുമില്ല. നോർമലി ഒരു ഹോളിഡേ കിട്ടിയാലോ ഒരു ഓഫ് ഡേ കിട്ടിയാലോ ഇങ്ങനെയൊക്കെയാണ്. നമ്മൾ ഔട്ടിംഗ് ഒന്നും പോകാൻ ചാൻസ് ഇല്ല. നമുക്ക് ആ ഒരു ഈദിൻ്റെ ഒക്കെ ഓഫ് ഉണ്ടല്ലോ, 3-4 ഡേയ്സ് ഒരുമിച്ചൊക്കെ ഓഫ് കിട്ടുന്ന ടൈമിലാണ് നമ്മൾ ഏതെങ്കിലും ഒരു 2 ഡേയ്സ് ഒക്കെ ഔട്ടിങ് പ്ലാൻ ചെയ്ത് പോകല്. അല്ലാത്തപ്പോഴൊക്കെ റൂമിൽ തന്നെ ആയിരിക്കും. അങ്ങനെ നമ്മൾ വേറൊന്നും ചെയ്യില്ല. കാരണം എല്ലാവരും ടയേർഡായിരിക്കും. മിക്കവർക്കും മൺഡേ ടു സാറ്റർഡേ വർക്ക് അവേഴ്സ് ഉള്ളതല്ല. അപ്പോൾ ഒരു സൺഡേ കിട്ടുമ്പോൾ ആരും ഒന്നും ചെയ്യില്ല. എന്തെങ്കിലുമൊക്കെ നമ്മൾ ഷോപ്പിങ്ങിനൊക്കെ പോവാം. സാറ്റർഡേ നൈറ്റ് ആയിരിക്കും നമ്മൾ പോവാം. ഇനി ബാക്ക് ടു റൂം. നാളെ ഇനി ഓഫീസിൽ പോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യണം. ഇനിയും വീഡിയോസ് ഇടും എന്ന് വിചാരിക്കുന്നു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.